നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ 8ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൽ ആം എന്ന ശബ്ദം വരുന്ന വാക്കുകളും വാചകങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആ എന്നതിൻ്റെ ചിഹ്നമാണ് പഠിച്ചത് അല്ലേ? അതിനു മുൻപൊരു ക്ലാസ്സിൽ എന്ന ചിഹ്നവും പഠിച്ചിരുന്നു. ഈ ആ എന്ന ചിഹ്നവും എന്ന ചിഹ്നവും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന വാക്കുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടതെന്നും ഉച്ചരിക്കേണ്ടതെന്നും നമുക്ക് പഠിക്കാം. ആ എന്നതിൻ്റെ ചിഹ്നം ഏതാണ്? ആ എന്നതിന് ഇതാണ് ചിഹ്നം. നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞ ദിവസം. ഇനി എന്നതിൻ്റെ ചിഹ്നം എന്താ? എന്നതിന് ഇതാണ് എന്നതിൻ്റെ ചിഹ്നം. ഈ ആ എന്നതിൻ്റെ ചിഹ്നവും എന്ന ചിഹ്നവും കൂടെ ചേരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുക? ആം. ആം എന്ന ഈ ശബ്ദം വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് പ എന്നതിൻ്റെ കൂടെ ഈ ആം എന്ന ശബ്ദം ഉച്ചരിച്ച് നോക്കാം. ആദ്യം പ എഴുതുന്നു, തൊട്ടടുത്ത് ആ എന്നതിൻ്റെ ചിഹ്നം എഴുതി, പിന്നെ എന്നതിൻ്റെ ചിഹ്നം എഴുതി. എങ്ങനെ വായിക്കുക? പാം. പറയൂ, പാം. അതിനുശേഷം നമുക്ക് താ എഴുതുന്നു, തായുടെ അടുത്ത് ആയുടെയും എന്നതിൻ്റെയും ചിഹ്നം എഴുതുന്നു. ഇതെങ്ങനെയാ വായിക്കുക? താം. അടുത്ത് നമ്മൾ രാ എന്ന അക്ഷരം എഴുതുക. ആ എന്ന് നീട്ടി ഉച്ചരിക്കാനായിട്ട് ആ എന്ന ചിഹ്നം എഴുതുന്നു, എന്നതിൻ്റെ ചിഹ്നവും ഇടുന്നു. ഇതെങ്ങനെ വായിക്കും? രാം. എങ്ങനെ വായിക്കുക? ആം എന്നതിന് ആ എന്നതിൻ്റെ ചിഹ്നവും വേണം, എന്നതിൻ്റെ ഈ ഒരു ചിഹ്നവും കൂടെ ചേരുമ്പോൾ ആം എന്നാണ് ഉച്ചരിക്കുക. പ എഴുതിയിട്ട് ഈ രണ്ട് ചിഹ്നങ്ങളും ചേർക്കുമ്പോൾ എങ്ങനെ വായിക്കും? പാം. താ എഴുതിയിട്ട് ഈ രണ്ട് ചിഹ്നങ്ങളും കൂടെ ചേർക്കുമ്പോൾ താം. രായുടെ കൂടെ ആ എഴുതി എന്ന ചിഹ്നവും കൂടെ എഴുതുമ്പോൾ എങ്ങനെ വായിക്കണം? രാം. ഈ രണ്ട് ചിഹ്നങ്ങളും ഉൾപ്പെടുന്ന വാക്കുകൾ നമുക്ക് എഴുതി നോക്കാം. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന വാക്ക് ആടാം. ആ എഴുതിയിട്ട് ഡ എഴുതുന്നു. ആ എഴുതിയിട്ട് നമ്മൾ ട എഴുതി, ആ എന്നതിൻ്റെ ചിഹ്നം ഇട്ടു. ഇപ്പം എങ്ങനെയായി? ആടാ. ഇനി എന്നതിൻ്റെ ഈ ചിഹ്നവും കൂടെ ചേർത്തുമ്പോൾ എന്താ വായിക്കുക? ആടാം. അടുത്ത് നമ്മൾ പാടാം എന്നാണ് എഴുതാൻ പോകുന്നത്. പ എന്നെഴുതുക, ആ എന്നതിൻ്റെ ചിഹ്നം വരയ്ക്കുന്നു. ഇപ്പം എങ്ങനെ വായിക്കുക? പാ. അതിനുശേഷം ഡാം എഴുതണം അല്ലേ? അപ്പോൾ ഡാ വരച്ചു, ആ എന്നതിൻ്റെ ചിഹ്നം ടായുടെ അടുത്ത് വരച്ചു, എന്ന ഈ ചിഹ്നവും ചേർത്തു. ഇപ്പോൾ എന്തായി? പാടാം. പാടാം. ഇനി അടുത്ത് നമ്മൾ തരാം എന്നാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. തരാം. താ എഴുതുന്നു, രാ എഴുതിയിട്ട് ആദ്യം ആ എന്നതിൻ്റെ ചിഹ്നം വരച്ചു, അതിനുശേഷം എന്നതിൻ്റെ ഈ ചിഹ്നവും വരച്ചു. ഇപ്പം എങ്ങനെ വായിക്കുക? തരാം. മിഠായി തരാം, ബലൂൺ തരാം, പണം തരാം. അടുത്ത നമുക്ക് വരാം എന്നെഴുതാം. വരാം. വാ എഴുതുക. വാ എഴുതിയതിന് ശേഷം രാ എഴുതുന്നു. വാ എഴുതി, രാ എഴുതി. ഇപ്പൊ വരയായി അല്ലേ? ഇനി രായുടെ അടുത്ത് ആം കൂടെ വേണം, അപ്പോഴാണ് വരാം എന്നാവുള്ളൂ. രായുടെ അടുത്ത് ആ എന്ന ചിഹ്നം വരച്ചു. പിന്നെന്ത് ചിഹ്നം വേണമെങ്കിൽ ഇപ്പോൾ വരാന്നായുള്ളൂ. ഇനി അമ്മിൻ്റെ ചിഹ്നം കൂടി വേണം. അമ്മിൻ്റെ ചിഹ്നം കൂടി ഇട്ടപ്പോൾ വരാം എന്നായി അല്ലേ? അപ്പോൾ വരാം എന്നാണ് വായിക്കാം. അടുത്തത് നടാം എന്നാണ് എഴുതുന്നത്. ന എഴുതുന്നു,
തൊട്ടടുത്തൊരു ഡാ വരച്ചു. ഡാ വരച്ചിട്ട് ആ എന്നതിൻ്റെ ചിഹ്നം വരച്ചതിന് ശേഷം എന്ന ചിഹ്നം. അപ്പോൾ എങ്ങനെയാണ് വായിക്കുക? നടാം. ഏതൊക്കെ ചിഹ്നങ്ങൾ ചേരുമ്പോഴാണ് ആം എന്ന ശബ്ദം വരുന്നതെന്ന് പഠിച്ചു. ആടാം, പാടാം, തരാം, വരാം, നടാം, ഇത്രയും വാക്കുകളും എഴുതാൻ പഠിച്ചു അല്ലേ? ഇതൊക്കെ നമ്മൾ എഴുതി താഴേക്ക് എഴുതി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആം വരുന്ന വിധത്തിലുള്ള വാചകങ്ങൾ എഴുതി നോക്കാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് മരം നടാം. മരം, മരം. നടാം. ഡാ എഴുതി ആന്റെ ചിഹ്നം വരച്ചു, പൂജ്യമിട്ടു. നടാമായി. ഇപ്പോൾ മരം നടാം. അടുത്തത് എഴുതാൻ പോകുന്നത് പാല് തരാം. നോക്കൂ, എഴുതുന്നത് പാ എഴുതി ആ എന്ന ഉച്ചാരണം കിട്ടാനായിട്ട് ആ എന്നതിൻ്റെ ചിഹ്നം വരച്ചു. ഇപ്പം എന്ത് വായിക്കും? പാ. ഇനി ല എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടു. അപ്പോഴല്ലേ പാല് എന്നാവുള്ളൂ. ചന്ദ്രക്കല ഇട്ടില്ലെങ്കിൽ എങ്ങനെ വായിക്കുക? പാല. പാല എന്ന് പറയാൻ പറ്റുള്ളൂ. ആ എന്ന ശബ്ദം കേൾക്കുള്ളൂ. എന്ന ശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ ചന്ദ്രക്കല ഇട്ടു. പാല്. ഇനി നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? തരാം. താ എഴുതുന്നു. രാ എഴുതിയതിന് ശേഷം ആ എന്ന ഈ ചിഹ്നം വരച്ചു, എന്ന ചിഹ്നവും വരച്ചു. ഇപ്പം എന്താ വായിക്കുക? പാല് തരാം. ഒരു വാചകം കൂടി നമുക്ക് എഴുതാം. ലത ആടാം. ലത, ലത ഒരു പേര് കേട്ടാ. ലത പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഒരു പേരാണ് ലത. ലത ആടാം. ലത ആടാം. ലത പറയാണ് ലത ആടാം എന്ന്. ലത ആടാം. പാഠം 8 പഠിച്ചു അല്ലേ നമ്മളിന്ന്? പാഠം 8 നമ്മൾ എന്താ പഠിച്ചത്? ആം എന്ന ശബ്ദം കേൾക്കുന്നതിനായിട്ട് ഏതൊക്കെ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത്. ആം. ആദ്യം ആയുടെ ചിഹ്നം ഇടണം, പിന്നെ അമ്മിന്റെ ചിഹ്നവും ഇടണം. ഈ 2 ചിഹ്നങ്ങളും കൂടെ ഏതൊരു അക്ഷരത്തിന്റെ കൂടെ ചേർന്നാലും ആം എന്ന് നീട്ടി ഉച്ചരിക്കാം. ആടാം. ഒരുമിച്ച് വായിക്കാം നമുക്ക്. ആടാം, തരാം, നടാം, വരാം, പാടാം. ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ ഈ പാഠം 8. പിന്നെ കുറച്ച് വാചകങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ വാചകങ്ങളാ പഠിച്ചത്? മരം നടാം, ലത ആടാം, പാല് തരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാഠം 8 പഠിച്ചത്. ഇന്നത്തെ കേട്ടെഴുത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് വാക്കുകളാണ് എഴുതുന്നത്. ശ്രദ്ധിച്ച് എഴുതണം. ആദ്യത്തെ വാക്ക് പാവ. പാവ, പാവ. രണ്ടാമത്തെ വാക്ക് വാനം. വാനം. മൂന്നാമത്തെ വാക്ക് താമര. താമര, താമര. നാലാമത്തെ വാക്ക് മാല. മാല. അഞ്ചാമത്തെ വാക്ക് പാട്ടം. പാട്ടം. ആറാമത്തെ വാക്ക് താരം. താരം, താരം. ഏഴാമത്തെ വാക്ക് താറാവ്. താറാവ്, താറാവ്. എട്ടാമത്തെ വാക്ക് പാല്. പാല്. ഒമ്പതാമത്തെ വാക്ക് ആന. ആന, ആന. പത്താമത്തെ വാക്ക് അരണ. അരണ, അരണ. വായിക്കാനുള്ള വാചകങ്ങൾ കണ്ടല്ലോ. അവ വായിച്ച് നമ്മുടെ കേട്ടെഴുത്തിൻ്റെയും നോട്ട്സിൻ്റെയും ഒപ്പം അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.